ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന, പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എമർജൻസി, അത്യാഹിതം അല്ലെങ്കിൽ അത്യാവശ്യം. എമർജൻസി എന്ന വാക്ക് നമ്മൾ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് അല്ലേ? എമർജൻസി, അത്യാവശ്യമായിട്ട് നമ്മൾ അത് ചെയ്തു, ഇത് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എമർജൻസി എന്ന വാക്ക് കാണാൻ പറ്റും. ഹോസ്പിറ്റൽസ് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ രോഗികളെ ചികിത്സിക്കുന്ന ഏരിയയാണ് ഹോസ്പിറ്റൽ. അവിടെ തന്നെ അത്യാവശ്യമായിട്ട് വരുന്ന രോഗികളെ ചികിത്സിക്കാൻ പ്രത്യേകം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അത്യാഹിത വിഭാഗം. അതേപോലെ തന്നെ ഒരു ബസ്സിൽ മെയിൻ ഡോറും ഉണ്ടാകും, എമർജൻസി ഡോറും ഉണ്ടാകും. ബസ്സിന് എന്തെങ്കിലും ട്രബിൾസും കാര്യങ്ങളും ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള ഡോറായിരിക്കും എമർജൻസി ഡോർ. ഇതേപോലെ നമ്മുടെ രാജ്യത്തിനും എന്തുണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും രീതിയിൽ ത്രെട്ടണോ അപകട സാധ്യതകളോ സംഭവിച്ചാൽ, ഭീഷണിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ ആക്രമിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പോകുന്നു എന്ന റീസൺസ് മുൻകൂട്ടി കാണുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്ത് എമർജൻസി എന്ന ഒരു സിറ്റുവേഷൻ പ്രഖ്യാപിക്കാൻ സാധിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എമർജൻസി എന്ന ടേമിന്റെ ലിറ്ററൽ മീനിങ് നോക്കി വെക്കാം. എമർജൻസി എന്താ? ബ്ലാക്ക് ലോ ഡിക്ഷണറി ഒരു ടൈപ്പിംഗ് എറർ ആണ്. ബ്ലാക്ക് ലോ ഡിക്ഷണറിയിൽ എമർജൻസി എന്ന വാക്കിന്റെ ഡിഫിനിഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് റിക്വയർസ് ക്വിക്ക് ആക്ഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് നോട്ടീസ് ആസ് സച്ച് ആസ് എ സിറ്റുവേഷൻ കോസസ് ത്രെറ്റ് ടു ദി ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ ദി നേഷൻ. ഒരു രാജ്യത്തിലെ ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കും അവരുടെ സമ്പത്തുകൾക്കും ത്രെട്ടൻ സംഭവിക്കാൻ പോകുന്നു, ആക്രമണം ഉണ്ടാകാൻ പോകുന്നു, ഭീഷണികൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാജ്യത്തിൽ പെടുന്ന തന്നെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ പോവുകയാണെന്ന് ഭൂട്ടാൻ പറഞ്ഞു. അവരതിനുള്ള സാമഗ്രികളൊക്കെ ഒരുക്കുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്യും, എമർജൻസി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ പ്രഖ്യാപിക്കും. ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയാണ് എമർജൻസി എന്ന് പറയുന്നത്. ഈ എമർജൻസി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്, ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്നതൊക്കെ താഴെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് എമർജൻസി എന്ന ഒരു ആശയത്തെ പറ്റി കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒറിജിനലി 22ഓളം പാർട്ടുകളാണ് ഉള്ളത്. അതിലെ 18ാമത്തെ പാർട്ടിലാണ് എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ട് പല രീതിയിലുള്ള എമർജൻസികളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ത്രെട്ടൻസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ പ്രസിഡന്റ് എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്ത് എമർജൻസി എന്നൊരു സിറ്റുവേഷൻ പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണയുള്ള രീതിയും നടപ്പിൽ ആകൂല ഉണ്ടാകുന്നത്. കുറച്ച് ഡിഫറെന്റ് ആണ്, കുറെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും സംഭവിക്കും. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴെ നോക്കാം. അപ്പൊ എമർജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഒരു അടിയന്തരമായിട്ടുള്ള സിറ്റുവേഷൻ. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ശരീരത്തിനും പ്രോപ്പർട്ടിക്കും ഏതെങ്കിലും രീതിയിലുള്ള ത്രെട്ടൻ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന ഒരു ടൈം സ്പാനിനെയാണ് എമർജൻസി പീരീഡ് എന്ന് വിളിക്കുന്നത്. അതെ, സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എമർജൻസി അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ എമർജൻസിയെ പറ്റി പറയുന്നത് എവിടെയാണ്? അതെ, ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. പാർട്ട് 18 ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് എമർജൻസിയെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് എപ്പോഴാണ് എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുന്നത്, എമർജൻസി പ്രഖ്യാപിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, ആരാണ് പ്രഖ്യാപിക്കുന്നത്, എത്ര നാളത്തേക്കാണ് പ്രഖ്യാപിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 352 മുതലുള്ള ആർട്ടിക്കിൾ 360 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ട് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ നോക്കാം. ടൈപ്സ് ഓഫ് എമർജൻസി. ഇന്ത്യയിൽ 3 രീതിയിലുള്ള എമർജൻസികൾ പ്രഖ്യാപിക്കാറുണ്ട്. ഒന്ന് നാഷണൽ എമർജൻസി, 2 സ്റ്റേറ്റ് എമർജൻസി, 3 ഫൈനാൻഷ്യൽ എമർജൻസി. എന്താണ് ഈ നാഷണൽ എമർജൻസി? നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് മൊത്തത്തിൽ ത്രെട്ടൻ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രശ്നം നടക്കണേണ്. അപ്പൊ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രമല്ല, മുഴുവൻ നമ്മുടെ രാജ്യത്തിലും ത്രെട്ടൻ ഉണ്ടാകുമ്പോൾ
പ്രഖ്യാപിക്കുന്ന ഒരു എമർജൻസിയാണ് നാഷണൽ എമർജൻസി, ദേശീയ തലത്തിൽ മൊത്തത്തിലുള്ള എമർജൻസി. അതിനെപ്പറ്റിയാണ് ആർട്ടിക്കിൾ 352 പറയുന്നത്. രണ്ടാമത്തെ എമർജൻസിയാണ് സ്റ്റേറ്റ് എമർജൻസി. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ആ സ്റ്റേറ്റിൽ മാത്രം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന എമർജൻസി. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മണിപ്പൂർ. റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിപ്പൂരിലെ ഇഷ്യൂസ്. മണിപ്പൂരിൽ കുക്കി മൈത്തി വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് റീസെന്റ് പ്രസിഡന്റ് എന്ത് ചെയ്തു? ദ്രൗപദി മുർമു അവിടെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോ 356 സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട് എന്നതിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 356. മൂന്നാമത്തെ രീതിയിലുള്ള എമർജൻസിയാണ് ഫൈനാൻഷ്യൽ എമർജൻസി. ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയ തലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ രാജ്യത്ത്, ഇപ്പൊ ഇതുവരെയും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യയിൽ, രാജ്യത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് രാജ്യത്ത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ത്രെട്ടൺ ചെയ്യുന്ന രീതിയിൽ ഫൈനാൻഷ്യലി ലോസുകൾ ഉണ്ടായി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ 360 പ്രകാരം ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കും. സോ ഫാർ ഇതുവരെയും ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടില്ല. സ്റ്റേറ്റ് എമർജൻസി പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇപ്പോ മണിപ്പൂർ പ്രഖ്യാപിച്ചു. ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണ്. നമുക്കിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത് നാഷണൽ എമർജൻസി എന്നതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് പഹൽഗാമിൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്ക്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൊക്കെ ഇന്ത്യ വലിയ രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തേക്കുവാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനും തിരിച്ചെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇന്ത്യ സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാന് കൊടുക്കുകയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. അതോടുകൂടി പാകിസ്ഥാൻ അതിനെ യുദ്ധമായി കണക്കാക്കും എന്ന പ്രഖ്യാപനം തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധമായി കണക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടാകുമോ എന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതെല്ലാം നാഷണൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിച്ചിട്ട് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ പ്രഖ്യാപനങ്ങൾ നടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നാഷണൽ എമർജൻസി എന്നാൽ എന്താണെന്നുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ എന്നാൽ എന്താണ്? ആർട്ടിക്കിൾ 352 അതിനെപ്പറ്റി പറയുന്നത്. അതെ, ആർട്ടിക്കിൾ 352 പറയുന്നുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതെപ്പോഴൊക്കെയാണ്? അതാണ് അവിടെ താഴെ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റെബല്യൻ. അതായത് മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന ഇൻഫോർമേഷൻ കിട്ടി, യുദ്ധം ചെയ്യാൻ വരുന്നതായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. മൊത്തത്തില് എല്ലാവരും ഒന്ന് കരുതിയിരുന്നോളാനുള്ള ഇൻഫോർമേഷൻ ഇന്ത്യക്ക് മൊത്തത്തില് പ്രസിഡന്റ് നൽകും. അങ്ങനെയാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുക. എമർജൻസി പ്രഖ്യാപിച്ചാലുള്ള ഒരു കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയാണെന്ന് താഴെ ഡിസ്കസ് ചെയ്യാം. വാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടായാൽ അപ്പോഴും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കും. എക്സ്റ്റേണൽ അഗ്രഷൻ, വാർ അല്ലാതെ വേറെ ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ നമ്മുടെ രാജ്യത്തെ കടന്നാക്രമിക്കാൻ പോവുകയാണ് എന്ന സാധ്യത കിട്ടിയാൽ അപ്പോഴും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. അതേപോലെ ആംഡ് റെബല്യൻ, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ ആളുകൾ പരസ്പരം തല്ലുകൂടി പ്രശ്നം ഉണ്ടാക്കിയേക്കുവാണ്. രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ രണ്ട് കൂട്ടര് പരസ്പരം രാജ്യത്തിന്റെ അകത്ത് ഫുൾ അടിയും ബഹളമാണ്. അത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടാലും ഈ പറയപ്പെട്ടിട്ടുള്ള നാഷണൽ എമർജൻസി എന്നൊരു പീരീഡ് പ്രഖ്യാപിക്കും. വൺസ് പ്രസിഡന്റ് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെയും ഇതിന് വാലിഡിറ്റി കിട്ടും. 6 മാസം കഴിഞ്ഞാൽ ഇത് നാഷണൽ എമർജൻസി ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. വീണ്ടും ഇത് വേണമെങ്കിൽ പ്രസിഡന്റിന് വീണ്ടും ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 6 മാസമാണ്. അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്രഖ്യാപിക്കേണ്ടി വരും. ഈ 6 മാസത്തിന്റെ അകത്ത് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. ഏതൊക്കെയാണ്? നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. നമ്മൾ ഓൾറെഡി നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ നേച്ചറുള്ള കൺട്രിയാണ്. അതായത് സെൻട്രലിന് സെൻട്രലിന്റേതായ അധികാരവും സ്റ്റേറ്റിന് സ്റ്റേറ്റിന്റേതായ അധികാരവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഭരിക്കുന്നത് NDA ഗവൺമെന്റ് ആണ്, BJP നയിക്കുന്ന NDA ഗവൺമെന്റ്. സ്റ്റേറ്റ് ആണെങ്കിലോ കേരള സ്റ്റേറ്റ് ഭരിക്കുന്നത് CPIM-ഉം CPM-ഉം കൂടി ചേർന്ന് LDF സർക്കാരാണ്. അപ്പോ
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടെ BJP. അപ്പൊ രണ്ട് പാർട്ടിക്കാരല്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യം ഫെഡറൽ കൺട്രി ആണ്. സെൻട്രലിന് ഒരു രീതിയിലുള്ള ഗവൺമെന്റും അതേപോലെ സ്റ്റേറ്റിന്റേതായ രീതിയിലുള്ള ഗവൺമെന്റും. അപ്പൊ സ്റ്റേറ്റിന്റേതായ രീതിയിൽ ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്, സെൻട്രലിന്റേതായ അധികാരം ഉണ്ട്. ഇതാണ് ജനറലി ഉള്ള സിറ്റുവേഷൻ. പക്ഷേ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ അധികാരം എല്ലാം സസ്പെൻഡ് ആയി പോകും, ഫുള്ള് സെൻട്രലിന് കിട്ടും. അതായത് സ്റ്റേറ്റിന് ലോ മേക്ക് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്ന മേഖലകളിൽ പോലും സെൻട്രലിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വന്ന് ലോ മേക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിന് ഒരു അധികാരം ഉണ്ടാവില്ല. ഇവിടുത്തെ പിണറായി വിജയന്റെയും ഇവിടുത്തെ സ്റ്റേറ്റിന്റെ മിനിസ്റ്ററിന്റെയും എല്ലാ അധികാരവും സസ്പെൻഡ് ചെയ്യപ്പെടും. ഫുൾ അധികാരം സെൻട്രലിന്, പ്രസിഡന്റിന് പോകും. പ്രസിഡന്റ് ആയിരിക്കും ഇന്ത്യ ഭരിക്കുക ഫുള്ള്. ഒരു രാജാവിനെ പോലെ ഇന്ത്യ ഫുള്ള് പ്രസിഡന്റ് ഭരിക്കും. സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു അധികാരവും ഉണ്ടാവില്ല. ഒരുപാട് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട്. തുല്യതയ്ക്കുള്ള അവകാശം, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം, ഇതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. ഒന്ന് രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഒഴികെ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും എന്ത് ചെയ്യപ്പെടും? സസ്പെൻഡ് ചെയ്യപ്പെടും. ഒരു ഫണ്ടമെന്റൽ റൈറ്റും ഒരാൾക്ക് മൗലികമായി കിട്ടുകയില്ല ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിൽ. പിന്നെ ഒരു എഫക്റ്റ് ആണ്, ഇൻ കേസ് ലോക്സഭ അവസാനിക്കാൻ നിൽക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ, ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഇൻ കേസ് ആ ഒരു ടൈമിലാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ലോക്സഭയുടെ കാലാവധി 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പ്രസിഡന്റിന് കൂട്ടാൻ പറ്റും. പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരമുണ്ട്. അപ്പോ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചാൽ അതിന്റെ എഫക്റ്റ് ആയി ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. ഒരു ലോക്സഭ ടെനോവർ തീരാനിരിക്കുകയാണെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് 1 ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പ്രസിഡന്റിന് അനുവാദമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ. അതെ, നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യ ചൈന വാർ പ്രഖ്യാപിച്ച സമയത്ത്, ചൈന ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നത് പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപനം നടത്തിയ 1962 ഇന്ത്യയിലെ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു, പാകിസ്ഥാൻ പ്രഖ്യാപനം നടത്തിയ ഒരു സമയം 1971 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഒരു വലിയൊരു വിവാദമായ ഒരു സംഭവം നടന്നിരുന്നു, സിഖുമായി ബന്ധപ്പെട്ട ഒരു നിയമം. അപ്പൊ ആ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ അകത്തുള്ള മതവിഭാഗങ്ങൾ പരസ്പരം കലാപവും കലഹങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അന്നും നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ 3 തവണയാണ് ഇതുവരെയും ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു യുദ്ധം മുന്നോട്ട് പോയാൽ, ഉണ്ടാകാതിരിക്കട്ടെ, ഒരു യുദ്ധത്തിലോട്ട് ഇത് ചെന്നെത്തുകയാണെങ്കിൽ ഒരു പക്ഷെ 4ാമത്തെ തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. ഒരിക്കലും ഉണ്ട് എന്നുള്ളതല്ല, ഒരിക്കലും സംഭവിക്കും എന്നുള്ളതല്ല, സംഭവിക്കാതിരിക്കട്ടെ. വളരെയധികം ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എമർജൻസി സിറ്റുവേഷൻ. കാരണം രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അത്രയധികം ത്രെട്ടൺ ആകുമ്പോൾ മാത്രമേ എമർജൻസി പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെതായ ഒരുപാട് ഭവിഷ്യത്തുകളും ആഫ്റ്റർ എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കട്ടെ. ഇൻ കേസ് ഉണ്ടായാൽ ഒരു പക്ഷേ ഈ ഒരു വാറിന്റെ അവസാനം നാഷണൽ എമർജൻസിയിൽ ചെന്ന് കലഹിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുക. നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളായി ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. സോ ഹിയർ വി കൺക്ലൂഡ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.